ശ്രീ സേനാപതി വേണു, അതായത് ഈ കോർപ്പറേറ്റുകളുടെ ടാക്സുകൾ അടക്കം എഴുതി തള്ളുന്നതിലേക്ക് പോകുന്നത് ആ തൊഴിൽ സംരംഭങ്ങൾ നശിക്കാതിരിക്കാനാണ്. പക്ഷേ പാവങ്ങളുടെ കടങ്ങൾ എഴുതിത്തള്ളാതിരിക്കുന്നത്, ദുരന്തമുഖത്തുള്ളവരുടെ കടങ്ങൾ എഴുതിത്തള്ളാതിരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം രാജ്യത്തിനില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സമകാലികമായ പല വിധത്തിലുമുള്ള നേട്ടങ്ങളുടെ ഭാഗമായി രൂപപ്പെടുത്തിയത് തന്നെയാണെന്ന് ഗോകുലും സമ്മതിക്കുന്നുണ്ട്, ഈ പുതിയ കാലത്തെ BJP നേതാവും സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രതിസന്ധിയാണ് ഒരുപക്ഷെ സമകാലികമായി നേരിടുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധി. ഇതിനെ അതിജീവിക്കാനാണ് ഇത്തരത്തിൽ കോഡുകൾ, ഇത്തരത്തിൽ നിയമങ്ങൾ. അത് കാലത്തിനനുസൃതമായ മാറ്റമാണ്. നിങ്ങളൊക്കെ കാലത്തിനനുസൃതമായ മാറ്റത്തെ എന്തിനാണ് ഇങ്ങനെ പുച്ഛത്തോടെ കാണുന്നത്? ശ്രീ സേനാപതി വേണു. ഒന്ന്, അജിം ഷാ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു വെൽഫെയർ സ്റ്റേറ്റ് എന്നൊരു കൺസെപ്റ്റിലേക്ക് പോകുന്ന ആളുകളാണ്. അവിടെ തൊഴിലാളി, സംതൃപ്തരായ തൊഴിലാളി എന്ന് പറയുന്ന യന്ത്രമല്ല, അവൻ സംതൃപ്തരായ തൊഴിലാളി അവർ രാജ്യത്തിന്റെ ഒരു വികസനത്തിന് ഒരു നിർണായകമായ ഒരു ഘടകമാണ്. അപ്പോൾ തൊഴിലാളിക്ക് അർഹതമായ വേതനം കിട്ടണം, അവന് വിനോദത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാകണം, അവൻ്റെ തൊഴിൽ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും അവൻ്റെ കുടുംബാംഗങ്ങളുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് ഉള്ള ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടാകണം. അവൻ കേവലം അടിമയായിട്ട് 10 മണിക്കൂറോ 12 മണിക്കൂറോ ജോലി ചെയ്ത് എന്തെങ്കിലും കൊടുത്ത് മേടിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു അടിമ സംസ്കാരത്തിൽ നിന്ന് മാറി നമ്മളൊരു വെൽഫെയർ സ്റ്റേറ്റിലേക്കും തൊഴിലാളിയും ഇൻഡസ്ട്രിയുടെ ഒരു അവിഭാജ്യ ഘടകമായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. എന്തുകൊണ്ടാണ് 29 നിയമങ്ങൾ 1926 ട്രേഡ് യൂണിയൻ ആക്ട് മുതൽ കാലാകാലങ്ങളിലെ ഇന്നലെകൾ വരെ എന്തിനാണ് ഈ 29 നിയമങ്ങൾ പാസ്സാക്കിയിരിക്കുന്നത്? അത് ഓരോ ഘട്ടത്തിലും അന്നത്തെ സാമൂഹിക പശ്ചാത്തലത്തിനനുസരിച്ചാണ്. അതല്ലാതെ വേറെ ഏതെങ്കിലും മുതലാളിയോ ഉപദ്രവിക്കുന്നതിനോ അല്ലെങ്കിൽ വ്യവസായിയെ ഇല്ലാതാക്കുന്നതിനോ അല്ല. ഓരോ കാലഘട്ടത്തിനനുസരിച്ചാണ് ഓരോ നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഒരു അരുൺ പറയുമെന്നാണ് വിചാരിച്ചത്. മൂലധനത്തിൽ സൂചിപ്പിക്കുന്ന തൊഴിലാളിയുടെ കുറിച്ചുള്ള ചൂഷണം. എന്താ ചൂഷണം എന്ന് കാറൽ മാർക്സ് മൂലധനത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ ഒരു ഉൽപ്പാദിപ്പിക്കുന്ന ഒരാൾ 100 രൂപയുടെ സാധനം ഉൽപ്പാദിച്ചവൻ 400 രൂപയ്ക്ക് വിറ്റോട്ടെ, അതിൽ ചൂഷണമില്ല, അതവൻ്റെ പ്രോഫിറ്റാണ്. പക്ഷെ അതിനകത്ത് കാറൽ മാർക്സ് പറയുന്ന ഒരു കാര്യമുണ്ട്, അതൊരു അടിസ്ഥാന ഘടകവും കൂടിയാണ്. ഞാൻ കോൺഗ്രസ്സുകാരനായിട്ട് നിൽക്കുമ്പോൾ പോലും, അതായത് 100 രൂപയ്ക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഉൽപ്പന്നത്തിൽ 30 രൂപയോ അല്ലെങ്കിൽ 40 രൂപയോ തൊഴിലാളിയുടെ സംഭാവന കോൺട്രിബ്യൂഷൻ അവനുണ്ടെങ്കിൽ അവൻ ആ 40 രൂപയ്ക്കുള്ള കോൺട്രിബ്യൂഷൻ കൊടുക്കാതെ അവന് 20 രൂപ കൊടുത്തുകൊണ്ട് അവനെ മാറ്റി നിർത്തുമ്പോൾ അവിടെയാണ് തൊഴിലാളിയെ ചൂഷണം ചെയ്യുന്നത്. ആ ചൂഷണം ഇപ്പം നമ്മുടെ സമൂഹത്തിൽ വന്നിരിക്കുകയാണ്. അതായത് ഒരു സാധനം ഉൽപ്പാദിപ്പിക്കുമ്പോൾ 100 രൂപ ചെലവ് വന്നാൽ അതിൽ 40 രൂപ അല്ലെങ്കിൽ 30 രൂപ തൊഴിലാളിയുടെ പങ്കാളിത്തമാണെങ്കിൽ ആ 30 രൂപ അവിടെ കൊടുക്കാതെ അവന് 15 രൂപയോ 20 രൂപയോ കൊടുത്തുകൊണ്ട് അവനെ ചൂഷണം ചെയ്യുന്ന ഒരു നിലയിലേക്ക് നമ്മുടെ നാട് മാറിയിരിക്കുന്നു. മുതലാളിമാർ ലാഭം എടുക്കട്ടെ, ആ ലാഭത്തെ എന്ന പ്രയോഗം തന്നെ അങ്ങനെയാണ്. കാരണം ക്യാപിറ്റൽ, ആ മൂലധനത്തിന് പ്രത്യുൽപാദനം ഇല്ല എന്ന വാക്കിനാണ് ദാസ് എന്നത് തന്നെ ആഡ് ചെയ്തത്. അധ്വാനമാണ്. ആദ്യമായി ലോകത്ത് മാർസാണ് മുമ്പോട്ട് വെച്ചത്. ശരിയാണ്. ഞാൻ പറഞ്ഞത് തൊഴിലാളിക്ക് അവൻ ചൂഷണം ചെയ്യപ്പെടാതെ അവന്റെ അധ്വാനത്തിനുള്ള പ്രതിഫലം കിട്ടണം. ആ പ്രതിഫലം കിട്ടാൻ ഇപ്പോൾ ഉള്ള ഈ 4 ലേബർ കോഡ്, ഞാൻ ബഹുമാനായ എൻ്റെ BJPയുടെ സ്നേഹിതൻ ഗൂഗിളിനോട് ചോദിക്കുന്നത്, ഈ 4 ലേബർ കോഡ് കൊണ്ട്, ലേബർ കോഡ് എന്നാണ് നിങ്ങൾ പറയുന്നത്, ലേബർ നിയമം എന്ന് പോലുമല്ല, ലോ എന്നല്ല നിങ്ങൾ പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിനെ ഈ 4ലേക്ക് ചുരുക്കിയത് എന്ന് ചോദിച്ചാൽ, ഇത് തൊഴിലാളിയുടെ ഗുണത്തിനല്ല, ഇതൊരിക്കലും തൊഴിലാളിയുടെ ഗുണത്തിനല്ല. ഇവിടെ നമ്മുടെ നാട്ടിലെ ഒരു കൺസെപ്റ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫാക്ടറിക്ക് ലാഭമുണ്ടായാൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിക്ക് ലാഭമുണ്ടായാൽ ആ ലാഭമാണ് നമ്മുടെ നാടിന്റെ ഡെവലപ്മെന്റ് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വന്നിരിക്കുന്നു. അതല്ല, അത് തന്നെയാണ് കാറൽ മാർക്സ് ആ സിദ്ധാന്തത്തിൽ പറയുന്നത്. നിങ്ങൾ 100 രൂപയുടെ ഉൽപ്പന്നം 500 രൂപയ്ക്ക് വിറ്റോ, സമൂഹത്തിൽ നിന്ന് പണം ഉണ്ടാക്കിക്കോ, പക്ഷെ തൊഴിലാളിയുടെ വീതം നിങ്ങൾ കൊടുക്കാതെ നിങ്ങൾ വിൽക്കുമ്പോൾ അവിടെ നിങ്ങൾ ചൂഷണം ഉണ്ടാകുന്നു. ആ ചൂഷണത്തെ ചെറുക്കുന്നതിന് വേണ്ടിയാണ് കാലാകാലങ്ങളിൽ ഈ തൊഴിൽ നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ തൊഴിൽ നിയമങ്ങളെ എല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഞാൻ ഗോകുലിനോട് വിനീതമായിട്ട് ചോദിക്കുന്നു, ഗോകുലെ, നമ്മുടെ രാജ്യത്ത് ലോകത്ത് തന്നെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രിൻസിപ്പിൾ ആണല്ലോ 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം. അത് ഇവിടെ മാത്രമല്ല, ഇനിയിപ്പം നിയമങ്ങൾ ബാധകമല്ലാത്ത അറേബ്യൻ രാജ്യങ്ങളിൽ പോലും അതൊക്കെ നിലനിൽക്കുക, എന്തിന് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോലും അതൊക്കെ പടിപടിയായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ നിങ്ങൾ ഈ 12 മണിക്കൂർ തൊഴിലാളിയെ ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് തന്നെ എത്രയോ 1885 മുതലുള്ള ഇങ്ങോട്ടുള്ള ഇന്ത്യയുടെ ലോകത്തിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഒരു 100-150 വർഷക്കാലത്തെ
ചരിത്രത്തെ ഒറ്റയടിക്ക് മാറ്റിമറിക്കാനല്ലേ വീണ്ടും മനുഷ്യരെ ഈ 8 മണിക്കൂറിൽ നിന്ന് മാറ്റിയിട്ട് 12 മണിക്കൂർ 14 മണിക്കൂർ എന്ന നിലയിലേക്ക്. ഇനി ഒന്ന്, ഇവിടെ നിങ്ങൾ ഈ നിയമങ്ങളിലെല്ലാം ഇൻസിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? കരാർ ജോലിയാണ്. അങ്ങനെയല്ലല്ലോ നമ്മുടെ നാട്ടില്. ഇന്ന് ജോലിക്ക് പോകുന്ന തൊഴിലാളിക്ക് നാളെ ജോലി കിട്ടണം, മറ്റന്നാളും ജോലി കിട്ടണം, അവന് പണിയെടുക്കാൻ പറ്റുന്ന ഒരു ഘട്ടം വരെ ജോലി കിട്ടണം. ഇതങ്ങനെയല്ലല്ലോ. കരാർ ജോലികളും കരാറുകാരെയും വെച്ച് ആ ജോലി തീർന്നു കഴിയുമ്പോഴേക്കും അവൻ പുറത്തേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷമല്ലേ വരുന്നത്. അങ്ങനെ വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ ഞാൻ ആദ്യം ചോദിച്ചു, വീണ്ടും ആവർത്തിക്കുന്നു, വെൽഫെയർ സ്റ്റേറ്റ് എന്നൊരു കൺസെപ്റ്റ്, ആ വെൽഫെയർ സ്റ്റേറ്റ് എന്നൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇവിടെ 24 കോടി പണിയെടുക്കുന്നവർ എല്ലാവരും അവർ തൊഴിലാളികളാണ്. അവരുടെ ഏറ്റക്കുറച്ചിലുകൾ എന്തുമായിക്കൊള്ളട്ടെ, ഇല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന വേതനത്തിന്റെ നിരക്ക് എന്തുമായിക്കോട്ടെ, അവരെല്ലാം പണിയെടുക്കുന്നവരാ. ആ പണിയാണ് അവന്റെ ക്യാപിറ്റൽ അല്ലെങ്കിൽ അവന്റെ മൂലധനം. ആ മൂലധനം അവൻ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവൻ ആവശ്യമായ റിട്ടേൺ കിട്ടണം. അതല്ലാതെ തീർച്ചയായും ശ്രീ സേനാപതി വേണു, ഒരു കാര്യം കൂടി, അതായത് ഇത്തരത്തിൽ ഈ തീവ്ര പുനഃപരിശോധന വോട്ടർ പട്ടികയിലൂടെ ബീഹാറിൽ നടത്തുന്നു, ഇവിടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലടക്കം പ്രതിസന്ധി സൃഷ്ടിക്കുന്നു, രാജ്യത്താകമാനം, അത് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൽ ഒരു ശക്തമായ പ്രതിരോധമുണ്ട് എന്നുള്ളേ ഉള്ളൂ. ബാക്കിയുള്ളിടങ്ങളിലെല്ലാം ഉന്നത വിദ്യാഭ്യാസ മേഖലകളെ ഗവർണർ എന്ന ഭരണഘടനാ സ്ഥാപനം ടൂൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളെ ടൂളാക്കിക്കൊണ്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു ഒരു ഘട്ടം രാജ്യത്തുണ്ട്, ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ. അത് പ്രതിപക്ഷമൊക്കെ ഒരുപോലെ അംഗീകരിക്കുന്നതാണ്. അതിലൊരു പ്രധാന ഘടകമാണ് ഈ കർഷകർക്കും ഈ തൊഴിലാളികൾക്കുമെതിരായ നയങ്ങൾ എന്ന് പറയുന്നത്, അതിനെതിരെയാണ്. പക്ഷേ അതിനെതിരെ കൂട്ടായ പോരാട്ടം നടത്തേണ്ട അനിവാര്യതയില്ലേ? രാജ്യത്താകമാനം അങ്ങനെ നടത്തുമ്പോൾ കേരളത്തിൽ കോൺഗ്രസ്, INTUC-യോട് എനിക്ക് നിലപാട് വ്യത്യാസമില്ല, പക്ഷേ INTUC-യെ മൂക്കുകയറിട്ടുകൊണ്ട് കോൺഗ്രസ് നടത്തുന്നു എന്നൊക്കെയാണ് പൊതുവിൽ ഉയരുന്ന ആരോപണം. കേരളത്തിൽ മാത്രം ആ കൂട്ടായ്മയെ തെറ്റിക്കുന്ന രീതിയിലുള്ള ഒരു വ്യതിരിക്തത രൂപപ്പെട്ട് കണ്ടു. അതിന് കൂടി ഒരു മറുപടി സേനാപതി വേണു. അല്ല, അതിന് വളരെ വ്യക്തമായ കാരണമുണ്ട്. കാരണം സർക്കാർ ജീവനക്കാരാണ് ആ കാര്യത്തിൽ വിഭിന്നമായിട്ട് നിൽക്കുന്നത്. സർക്കാർ ജീവനക്കാർക്ക് കഴിഞ്ഞ 9 കൊല്ലമായിട്ട് അവർക്ക് കിട്ടേണ്ട പല ആനുകൂല്യങ്ങളും, എന്താ പറഞ്ഞ ഡിയർനെസ് അലവൻസ് അടക്കമുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് കിട്ടുന്നില്ല. ഇപ്പൊ 7 ഗഡുവോ 8 ഗഡുവോ DA അവർക്ക് കിട്ടുന്നില്ല. കാലാകാലങ്ങളിലുണ്ടായി എന്താ പറഞ്ഞ പെൻഷൻ ശമ്പള പരിഷ്കരണത്തിനുള്ള കമ്മീഷൻ രൂപീകരിക്കുക, ഇതൊക്കെ ഓരോ 5 വർഷക്കാലവും എനിക്കൊരു സംശയം, ഈ കേന്ദ്രം തരേണ്ട വിഹിതങ്ങളെല്ലാം വെട്ടിക്കുറയ്ക്കുന്നു, ഇതൊക്കെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തികമായ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതാണ് എന്ന വസ്തുത കേരളത്തിന് പുറത്ത് ഉള്ള എല്ലാ സംസ്ഥാനങ്ങളെയും കോൺഗ്രസ് ആരോപിക്കുന്നതാണ്. അതേ സംഭവം കേരളത്തിനുമില്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു താല്പര്യം, അത് തൊഴിലാളികളുടെ താല്പര്യവും അല്ലെങ്കിൽ ജീവനക്കാരുടെ താല്പര്യവും, അത് സമരം ചെയ്യാം. പക്ഷേ ഇങ്ങനെ ഒരു മുഖത്ത് ശത്രുവിനെ ഒരുമിച്ച് നേരിടേണ്ട ഒരു അനിവാര്യ ഘട്ടത്തിൽ അത് പാടുണ്ടോ? എൻ്റെ സംശയമാണ്. കേൾക്കൂ, ഇപ്പോൾ നമ്മൾ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് രാജ്യത്തെ തൊഴിലാളികൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരെ രാജ്യത്തെ എല്ലാ പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയനുകൾ, 2006 മുതലാണ് ഈ ട്രേഡ് യൂണിയനുകൾ, അതിനു മുമ്പ് CIT ഒറ്റയ്ക്ക് സമരം നടത്തും, AITUC ഒറ്റയ്ക്ക് സമരം നടത്തും, INTUC ഒറ്റയ്ക്ക് സമരം നടത്തും. അങ്ങനെ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള സമരങ്ങൾ കൊണ്ട് തൊഴിലാളികളുടെ കൂട്ടായ വിലപേശൽ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് 2006 ഡൽഹിയിലെ നൽകത്താറ സ്റ്റേഡിയത്തിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയൻ നേതാക്കൾ ചേർന്ന് യോഗത്തിലെടുത്ത തീരുമാനങ്ങളാണ്. ഇപ്പൊ CIT ഞങ്ങളുമായിട്ട് പല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഒരു ഘട്ടത്തിൽ BMS പോലും ഈ ഐക്യ ട്രേഡ് യൂണിയന്റെ ഭാഗമായിട്ട് വന്നതാണ്. പക്ഷേ ഇപ്പോഴെന്താണ്? കാരണം ഞാൻ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി BMS-ന്റെ നേതാക്കന്മാരുടെ ഒക്കെ പ്രസ്താവനകൾ, കാരണം കേന്ദ്രം കൊണ്ടുവരുന്ന പല നിയമങ്ങളും തൊഴിലാളി വിരുദ്ധമാണ് എന്നുള്ള പ്രസ്താവനകളൊക്കെ വന്നപ്പോഴും ഒരു പണിമുടക്കിലേക്ക് തൊഴിലാളി വർഗത്തിന്റെ ആവശ്യത്തിന് വേണ്ടി പോയപ്പോൾ BMS അതിന്റെ ഭാഗമായി നിന്നില്ല എന്നുള്ളത്. അപ്പൊ അതൊഴിച്ച് ബാക്കി രാജ്യത്തെ മുഴുവൻ ട്രേഡ് യൂണിയനാണ്. നമ്മൾ തമ്മിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും പല കാര്യത്തിലുമുള്ള എന്താ പറഞ്ഞ വൈവിധ്യങ്ങളാർന്ന അഭിപ്രായങ്ങൾ ഉള്ളപ്പോഴും രാജ്യത്തെ തൊഴിലാളി വർഗത്തിന്റെ താല്പര്യവും രാജ്യത്തെ വ്യവസായ അന്തരീക്ഷം സുഗമമായിട്ട് പോകണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സംതൃപ്തരായ ഒരു തൊഴിലാളി വർഗം ഉണ്ടാകണം എന്നുള്ളത്. അപ്പൊ അവർക്ക് അർഹമായ ശമ്പളം കിട്ടണം, ബോണസ് കിട്ടണം, മറ്റു കാര്യങ്ങളെല്ലാം.